നമുക്കൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചിക്കൻ കറി വെക്കാറ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 തക്കാളി, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിനുള്ളത് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ട് തൊലിയൊക്കെ കളയാണ് കേട്ടോ. നമ്മളെത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളയാണ്. നമ്മുടെ തക്കാളി ഞാൻ വിചാരിച്ചത് അടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. മിക്സിയിലിട്ടിട്ട് വഴറ്റല്ല, മിക്സിയിലിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലി കളയുക. അപ്പോഴേക്കും എൻ്റെ ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോയിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അധികം വെവൊന്നുമില്ലാത്തവരെ പിന്നെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ അത് സബോളയൊക്കെ നീളനെ നല്ല കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. നമ്മളെപ്പോഴും വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറെടുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ട് അടിച്ചെടുത്ത് അതിന് ശേഷം സവോള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതിലിട്ടിട്ടില്ല, ചിലപ്പോൾ ഒന്നിങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പിട്ടിട്ട് സവോള നന്നായിട്ട് വഴറ്റി കൊടുത്ത് മൂടി വയ്ക്കുകയും കൂടി ചെയ്തിട്ട് നന്നായി വെവാൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ മസാല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മറ്റേ നമ്മുടെ മസാലയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്ക് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ തക്കാളീനെ ഒന്ന് ജാറിലിട്ടിട്ട് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ജ്യൂസാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും തക്കാളിയുടെ പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി വെന്തെടുത്ത് പെട്ടെന്ന് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ.